മർക്കോസ് എഴുതിയ സുവിശേഷം. പുതിയ നിയമത്തിലെ സുവിശേഷ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും ചെറുതും ഏറ്റവും പഴയതും മർക്കോസ് എഴുതിയ സുവിശേഷമാണ്. ഇതിന്റെ ഭാഷ വളരെ ലളിതമാണെങ്കിലും കഥാതന്തു വളരെ ശക്തമാണ്. മർക്കോസിന്റെ സുവിശേഷത്തിലുള്ള മിക്കവാറും എല്ലാ വിവരണങ്ങളും മത്തായി, ലൂക്കോസ് സുവിശേഷങ്ങളിലുണ്ട്. എന്നാൽ ഇതിൽ വിഷയങ്ങളെ വ്യത്യസ്തമായ രീതിയിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. മർക്കോസിന്റെ സുവിശേഷം സംഭവ ബഹുലമാണ്. യേശു ചെയ്ത മിക്കവാറും എല്ലാ അത്ഭുതങ്ങളും ഇതിൽ വിവരിച്ചിട്ടുണ്ട്. മർക്കോസിന്റെ അഭിപ്രായത്തിൽ ഏറ്റവും വലിയ അത്ഭുതം യേശുവിന്റെ കഷ്ടതയും മരണവുമാണ്. ഇത് കണ്ടെത്തിയ ആദ്യത്തെ വ്യക്തി കർത്താവിന്റെ ക്രൂശുമരണത്തിന് സാക്ഷ്യം വഹിച്ച റോമക്കാരനായ സേനാ നായകനായിരുന്നു. ഈ മനുഷ്യൻ തീർച്ചയായും ദൈവപുത്രനായിരുന്നു എന്ന് അയാൾ പറഞ്ഞു. യേശുവിനെപ്പറ്റി ചില പ്രധാന ചോദ്യങ്ങൾക്ക് മർക്കോസ് ഉത്തരം നൽകുന്നുണ്ട്. പഴയ നിയമത്തിൽ പറയുന്ന പ്രവചനങ്ങളുടെ പൂർത്തീകരണം യേശുവിൽ സംഭവിച്ചതെങ്ങനെ? യേശു എങ്ങനെ ദൈവപുത്രനായി കരുതപ്പെടുന്നു? ദൈവപുത്രനെ മനുഷ്യപുത്രനായി ഭാവിയിൽ കാണുവാൻ സാധിക്കുന്നതെങ്ങനെ? എങ്ങനെ, എന്തുകൊണ്ട് യേശു മരിച്ചു? എങ്ങനെ യേശു മടങ്ങിവരും? ദൈവമക്കൾ ജീവിക്കേണ്ടത് എങ്ങനെ? ഈ സുവിശേഷത്തിന്റെ ഒന്നാമത്തെ വാക്യം തുടങ്ങുന്നത് ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആരംഭം എന്ന പ്രസ്താവനയോടെയാണ്. ഇത് എന്തുകൊണ്ട് സത്യമാണെന്ന് പിന്നീടുള്ള സുവിശേഷ ഭാഗങ്ങൾ വിവരിക്കുന്നു. യേശുവിന്റെ വചനങ്ങളും പ്രവൃത്തികളും താൻ സത്യമായും ദൈവപുത്രനാണെന്ന് വെളിവാക്കുന്നു. അരാമ്യ പദങ്ങളുടെ വിശദീകരണങ്ങളും യഹൂദന്മാരുടെ ആചാരങ്ങളും എടുത്തു പറയുന്നതിനാൽ ഈ സുവിശേഷം യഹൂദേതരരെ ഉദ്ദേശിച്ചുള്ളതായിരുന്നു എന്ന് മനസ്സിലാക്കാം. ഈ സുവിശേഷത്തിൽ പത്രോസിന് പ്രാധാന്യമുണ്ട്. 1 പത്രോസ് 5:13 നിന്ന് മർക്കോസിന് പത്രോസുമായുള്ള ബന്ധം മനസ്സിലാക്കാം. അതിനാൽ ഈ ഗ്രന്ഥം മർക്കോസ് എഴുതിയതാണെന്ന് AD 2-ാം നൂറ്റാണ്ടോടുകൂടി വിശ്വസിക്കുവാൻ കാരണമായി. വിവിധ കയ്യെഴുത്തു പ്രതികളിൽ 3 വ്യത്യസ്ത രീതിയിൽ ഈ സുവിശേഷം അവസാനിപ്പിച്ചിരിക്കുന്നതായി കാണുന്നു. പഴയ പ്രതികൾ 16:8 അവസാനിക്കുന്നു. മറ്റു ചിലത് 16:9 മുതൽ 20 വരെയാണ്. വേറെ ചിലത് ചുരുക്കി എഴുതി അവസാനിപ്പിക്കുന്നു. 1-ാം അധ്യായം 1 മുതൽ 20 വരെ യേശു പരസ്യ ശുശ്രൂഷയ്ക്ക് തയ്യാറാകുന്നു. 1:21 മുതൽ 9:50 വരെ ഗലീലയിലെ ദൈവരാജ്യ പ്രവർത്തനം. 10:1 മുതൽ 15:47 വരെ യേശു യഹൂദിയയിൽ. 16:1 മുതൽ 20 വരെ യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്. മർക്കോസ് എഴുതിയ സുവിശേഷം, അധ്യായം 1. ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആരംഭം. ഞാൻ നിനക്ക് മുൻപായി എന്റെ ദൂതനെ അയക്കുന്നു, അവൻ നിന്റെ വഴി ഒരുക്കും. കർത്താവിന്റെ വഴി ഒരുക്കുവിൻ, അവന്റെ പാത നിരപ്പാക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്ക് എന്നിങ്ങനെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ യോഹന്നാൻ വന്നു മരുഭൂമിയിൽ സ്നാനം കഴിപ്പിച്ചും പാപമോചനത്തിനായുള്ള മാനസാന്തര സ്നാനം പ്രസംഗിച്ചും കൊണ്ടിരുന്നു. അവന്റെ അടുക്കൽ യഹൂദ്യദേശം ഒക്കെയും യെരൂശലേമ്യർ എല്ലാവരും വന്നു പാപങ്ങളെ ഏറ്റുപറഞ്ഞു യോർദാൻ നദിയിൽ അവനാൽ സ്നാനം കഴിഞ്ഞു. യോഹന്നാനോ ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൾവാറും ധരിച്ചും വെട്ടുക്കിളിയും കാട്ടുതേനും ഉപജീവിച്ചും പോന്നു. എന്നിലും ബലമേറിയവൻ എന്റെ പിന്നാലെ വരുന്നു, അവന്റെ ചെരുപ്പിന്റെ വാറ് കുനിഞ്ഞഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. ഞാൻ നിങ്ങളെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു, അവനോ നിങ്ങളെ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കും എന്ന് അവൻ പ്രസംഗിച്ചു പറഞ്ഞു. ആ കാലത്ത് യേശു ഗലീലയിലെ നസറത്തിൽ നിന്ന് വന്നു യോഹന്നാനാൽ യോർദാനിൽ സ്നാനം കഴിഞ്ഞു. വെള്ളത്തിൽ നിന്ന് കയറിയ ഉടനെ ആകാശം പിളരുന്നതും ആത്മാവ് പ്രാവ് പോലെ തന്റെ മേൽ വരുന്നതും കണ്ടു. നീ എന്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി. അനന്തരം ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് പോകുവാൻ നിർബന്ധിച്ചു.
അവിടെ അവൻ സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടു 40 ദിവസം മരുഭൂമിയിൽ കാട്ടുമൃഗങ്ങളോടുകൂടെ ആയിരുന്നു. ദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചു പോന്നു. എന്നാൽ യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്നു ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ടു സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ എന്ന് പറഞ്ഞു. അവൻ ഗലീലക്കടൽപ്പുറത്തു നടക്കുമ്പോൾ ശിമോനും അവന്റെ സഹോദരനായ അന്ത്രയാസും കടലിൽ വല വീശുന്നത് കണ്ടു. അവർ മീൻ പിടിക്കുന്നവരായിരുന്നു. യേശു അവരോട്, എന്നെ അനുഗമിപ്പിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറഞ്ഞു. ഉടനെ അവർ വല വിട്ടു അവനെ അനുഗമിച്ചു. അവിടെ നിന്ന് അല്പം മുന്നോട്ട് ചെന്നപ്പോൾ സെബദിയുടെ മകനായ യാക്കോബും അവന്റെ സഹോദരനായ യോഹന്നാനും പടകിൽ ഇരുന്നു വല നന്നാക്കുന്നത് കണ്ടു. ഉടനെ അവരെയും വിളിച്ചു. അവർ അപ്പനായ സെബദിയെ കൂലിക്കാരോടുകൂടെ പടകിൽ വിട്ടു അവനെ അനുഗമിച്ചു. അവർ കഫർനഹൂമിലേക്ക് പോയി. ശബ്ബത്തിൽ അവൻ പള്ളിയിൽ ചെന്നു ഉപദേശിച്ചു. അവന്റെ ഉപദേശത്തിങ്കൽ അവർ വിസ്മയിച്ചു. അവൻ ശാസ്ത്രിമാരെ പോലെയല്ല, അധികാരമുള്ളവനായിട്ടത്രേ അവരെ ഉപദേശിച്ചത്. അവരുടെ പള്ളിയിൽ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അവൻ നിലവിളിച്ച്, നസറായനായ യേശുവേ, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്? ഞങ്ങളെ നശിപ്പിപ്പാൻ വന്നുവോ? നീ ആർ എന്ന് ഞാൻ അറിയുന്നു, ദൈവത്തിന്റെ പരിശുദ്ധൻ തന്നെ എന്നു പറഞ്ഞു. യേശു അതിനെ ശാസിച്ചു. മിണ്ടരുത്, അവനെ വിട്ടുപോ എന്നു പറഞ്ഞു. അപ്പോൾ അശുദ്ധാത്മാവ് അവനെ ഇഴച്ച് ഉറക്കെ നിലവിളിച്ചു അവനെ വിട്ടുപോയി. എല്ലാവരും ആശ്ചര്യപ്പെട്ടു. ഇതെന്ത് ഒരു പുതിയ ഉപദേശം! അവൻ അധികാരത്തോടെ അശുദ്ധാത്മാക്കളോടും കൽപ്പിക്കുന്നു, അവ അവനെ അനുസരിക്കുകയും ചെയ്യുന്നു എന്നു പറഞ്ഞു തമ്മിൽ വാദിച്ചുകൊണ്ടിരുന്നു. അവന്റെ ശ്രുതി വേഗത്തിൽ ഗലീല നാടെങ്ങും പരന്നു. അനന്തരം അവർ പള്ളിയിൽ നിന്നിറങ്ങി യാക്കോബും യോഹന്നാനുമായി ശിമോന്റെയും അന്ത്രയാസിന്റെയും വീട്ടിൽ വന്നു. അവിടെ ശിമോന്റെ അമ്മാവിയമ്മ പനി പിടിച്ച് കിടന്നിരുന്നു. അവർ അവളെക്കുറിച്ച് അവനോട് പറഞ്ഞു. അവൻ അടുത്തു ചെന്നു അവളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. പനി അവളെ വിട്ടുമാറി. അവൾ അവരെ ശുശ്രൂഷിച്ചു. വൈകുന്നേരം സൂര്യൻ അസ്തമിച്ച ശേഷം അവർ സകലവിധ ദീനക്കാരെയും ഭൂതഗ്രസ്തരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. പട്ടണമൊക്കെയും വാതിൽക്കൽ വന്നുകൂടിയിരുന്നു. നാനാവ്യാധികളാൽ വലഞ്ഞിരുന്ന അനേകരെ അവൻ സൗഖ്യമാക്കി. അനേകം ഭൂതങ്ങളെയും പുറത്താക്കി. ഭൂതങ്ങൾ അവനെ അറികകൊണ്ടു സംസാരിപ്പാൻ അവയെ സമ്മതിച്ചില്ല. അതികാലത്ത് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റു പുറപ്പെട്ടു ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്നു പ്രാർത്ഥിച്ചു. ശിമോനും കൂടെയുള്ളവരും അവന്റെ പിന്നാലെ ചെന്നു. അവനെ കണ്ടപ്പോൾ, എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട്, ഞാൻ അടുത്ത ഊരുകളിലും പ്രസംഗിക്കേണ്ടതിനു നാം അവിടേക്ക് പോക, ഇതിനായിട്ടല്ലോ ഞാൻ പുറപ്പെട്ടു വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ഗലീലയിൽ ഒക്കെയും അവരുടെ പള്ളികളിൽ ചെന്ന് പ്രസംഗിക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും ചെയ്തു. ഒരു കുഷ്ഠരോഗി അവന്റെ അടുക്കൽ വന്നു മുട്ടുകുത്തി, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്നപേക്ഷിച്ചു. യേശു മനസ്സലിഞ്ഞു കൈ നീട്ടി അവനെ തൊട്ടു. മനസ്സുണ്ട്, ശുദ്ധമാക എന്ന് പറഞ്ഞ ഉടനെ കുഷ്ഠം വിട്ടുമാറി അവന് ശുദ്ധി വന്നു. യേശു അവനെ അമർച്ചയായി ശാസിച്ചു. നോക്കൂ, ആരോടും ഒന്നും പറയരുത്. എന്നാൽ ചെന്ന് പുരോഹിതന് നിന്നെ തന്നെ കാണിച്ച് നിന്റെ ശുദ്ധീകരണത്തിനു വേണ്ടി മോശെ കൽപ്പിച്ചത് അവർക്ക് സാക്ഷ്യത്തിനായി അർപ്പിക്ക എന്ന് പറഞ്ഞ് അവനെ വിട്ടയച്ചു. അവനോ പുറപ്പെട്ടു വളരെ ഘോഷിപ്പാനും വസ്തുത പ്രസംഗിപ്പാനും തുടങ്ങി. അതിനാൽ യേശുവിന് പരസ്യമായി പട്ടണത്തിൽ കടപ്പാൻ കഴിയായക കൊണ്ട് അവൻ പുറത്ത് നിർജ്ജന സ്ഥലങ്ങളിൽ പാർത്തു.
എല്ലായിടത്തു നിന്നും ആളുകൾ അവന്റെ അടുക്കൽ വന്നുകൂടി.